എടാ ആൾക്ക് എങ്ങനെയുണ്ട്? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? വേറൊരു പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? സാറിയെന്നോ ഞാൻ വരാം. ഈ വരുന്ന സിയെ കുറച്ച് കുഴപ്പം. എന്ത് കുഴപ്പം? ഇതൊക്കെ ഡീൽ ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. സാറേ നമുക്ക് ഇപ്പൊ തന്നെ ഇവരെ വിടാലോ അല്ലേ? നമ്മുടെ പിള്ളേരാ. താനാരാ? ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി. ഈ ഫ്രാൻസിസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ MD ആ സാറേ. വേണമെങ്കിൽ ഞാൻ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്ന് വിളിപ്പിക്കാം. ഏത്? എന്തിന്? അല്ല സാറേ, ഇതൊക്കെ ചെറിയൊരു ആക്സിഡന്റ് കേസല്ലേ. ആക്സിഡന്റ് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഏത്? എടാ നിന്റെ കൂട്ടത്തിൽ നിയമം വകുപ്പ് പറഞ്ഞിടാത്ത ഒരാൾ പോലും ഇല്ലേ? സാറേ ആ വണ്ടി ഫ്രാൻസിസിന്റെ RC ഓണറും പുള്ളി തന്നെയാ. RC ഓണർ നീയാ? അപ്പൊ നീ ഇവിടെ നില്ല. അയ്യോ അത് പറ്റത്തില്ല, എനിക്ക് ഗോവയ്ക്ക് പോകണം. നീ എപ്പോ എവിടെ എങ്ങനെ പോണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായടാ? മനസ്സിലായി. നീ ഒന്നേ, അയാള് കുഴപ്പക്കാരന്. ഗോവ നമ്മുടെ ബാഗാണോ? ഒരു ഉത്തരവാദിത്വമില്ല. അവിടെ ഇവിടെ കൊണ്ട് ഇട്ടേച്ച്. എന്തുവാടാ ഇത്? നിന്റെ ഡംബൽസ് മുഴുവൻ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്ക് വന്നു. എന്താ? അയ്യോ ഞാൻ പോകുന്നില്ല സാർ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. വണ്ടി ഞാൻ അരിച്ചു പറിക്കും സാർ. സാധനം ഇതിനകത്തില്ല. അവരിവിടെ തന്നെ ഉണ്ട്. എന്റെ ഫ്രാൻസിസ് പുണ്യാളോ. മുതലാളി, ഇതാണോ സാഗർ ഇലിയസ് ജാക്കിയൊക്കെ നടത്തുന്ന ബിസ്ക്കറ്റ് കച്ചവടം? അങ്ങനെ നമ്മളും അധോലോകമായടാ അയ്യപ്പാ. അയ്യോ എന്റെ ജോർജ്, നീ പറയണ എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള. ആ ബാഗ് പോലീസിന് എടുത്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ കൊണ്ട് കൊടുക്ക്. ചെല്ല് കൊണ്ട് കൊടുക്ക്. എടി വിടാനായിരുന്നെങ്കിൽ ആ CIക്ക് നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ വിടായിരുന്നു. അയാൾ ഈ മൂടിന് തീ പിടിച്ച പോലെ ഓടി നടക്കുന്നത് നിന്നെ പൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനാ. ഇപ്പൊ ഈ സാധനമായിട്ട് നീ അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും പുള്ളി ഈ കേസ് നിന്റെ തലേ വെച്ച് കെട്ടും. ഉറപ്പല്ലേ? ഒന്നാമതെ കുറെ പാർട്ടിക്കാർ പിന്നെ ഈ കാണുന്ന പോലീസുകാരും ഒക്കെ നിനക്കെതിരാ. അതിനിടയിലേ ഇപ്പം എന്നാ നിന്റെ ഫോൺ തന്നെ ഞാൻ ചാനലിൽ വിളിച്ചു. നിങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സംഭവം കൺഫ്യൂഷൻ ആക്കല്ലേ. ചാനലിലൊന്നും വിളിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. ഇത് ഞാൻ വേറെ ലെവലിൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സാധനം നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു, വിൽക്കുന്നു, കിട്ടുന്നത് എത്ര ആണെങ്കിലും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു. എന്ത് പറയുന്നു? 80% എനിക്കും 20% നിങ്ങൾക്കും. എനിക്കൊന്നുമില്ലേ? നിനക്ക് എന്തെങ്കിലും നക്കാ വെച്ച് തരാവട്ടെ, വിഷമിക്കായിരിക്കും. മുതലാളി ചെറ്റിയാവരുത്. എടുക്കടാ, ചിലപ്പോ ഇതിന്റെ റാംജി റാവു ആയിരിക്കും. എടുത്തിട്ട് സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറ. എവിടെ കൊണ്ടുവരണമെന്ന് ചോദിക്ക്. എടുക്കടാ. ബെന്നി സർ, ആ ചെറുക്കനും പെണ്ണും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. തനിക്കെന്ത് തോന്നുന്നു? അതവരെ ആക്സിഡന്റ് ടെൻഷനില്ല സർ. പിന്നെ സംഭവം നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവരുടെ കോമ്പിങ്ങിൽ വന്നൊന്ന് പെട്ടായിരുന്നു. ഞാൻ അവരുടെ വണ്ടി ചെക്ക് ചെയ്തിട്ടാ സർ വിട്ടത്. എന്തായാലും അവരെ ഇപ്പോൾ വിടണ്ട, ഞാൻ പറയാം. സർ. സാറേ, അവരെവിടെയൊന്നും കാണാനില്ല. എന്ന് വെച്ചാ? ഇപ്പൊ വന്നവന്റെ വണ്ടിയും കാണാനില്ല. അവര് മുങ്ങിയെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലോ ഒരു കുഴപ്പമാണെന്ന്. ഇയാളൊക്കെ അവിടെ എന്തെടുക്കായിരുന്നു? ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ കുറെ എണ്ണത്തിന് എന്തിനാണോ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്നത്? താൻ ഇവിടെ തന്നെ കാണണം, മനസ്സിലായോ? സർ. അകത്ത് കിടക്കുന്നതിന് ബോധം വരുമ്പോൾ എന്നെ വിളിച്ച് പറയണം. പുറത്തു നിന്ന് ഒറ്റ ഒരുത്തനെയും അകത്തോട്ട് വിടരുത്. സർ. പിന്നെ ആ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ട് സിറ്റി മുഴുവൻ അടിച്ചു വെക്കാൻ പറ. അവന്മാരുടെ വണ്ടി ഇന്ന് ടൗൺ വിട്ട് പോകരുത്, മനസ്സിലായല്ലോ? ഓക്കെ സർ. വണ്ടി എടുക്കണം. താനെന്താ ഈ നേരത്ത്? ഇത് ചാനലിലെ റിയറോയ്. അതെ. വാ അകത്തേക്കോ. വീട്ടിൽ വന്നു കയറിയപ്പോഴും ഓർത്തെ കേക്ക് എടുക്കാൻ മറന്നു. പിന്നെ ബാലുവിനെ വിളിച്ചു പറഞ്ഞു വേറൊരെണ്ണം കൊണ്ടുവരാൻ. നിങ്ങള് കേക്ക് തരാൻ വന്നാലേ? വാ ഇരിക്ക്. കുഴപ്പമില്ല. പ്രിയമോൾ ഇതുവരെ ഉറങ്ങിയില്ലല്ലേ? ഹേയ്, അച്ഛൻ വന്നിട്ടേ ഉറങ്ങൂന്ന് ഒരേ വാശി. സാധാരണ ബാലു ഇത്രയും ലേറ്റ് ആവാറില്ല. മിനിസ്റ്റർ രാജൻ കുറുപ്പായിട്ട് ബാലുവിന് എന്താ ബന്ധം? കുറുപ്പ് സാറിന്റെ പേഴ്സണൽ സ്റ്റാഫാ ബാലു. മാഡം, ഞങ്ങൾ ശരിക്കും വേറൊരു കാര്യം പറയാൻ വന്നോ? എന്തോ ആരുടെ കെട്ടിക്കാനാ പോയത്? നിനക്കെന്നെ അറിയില്ല സാറേ?
അകത്ത് കിടക്കുന്ന ആളുടെ ഭാര്യയും കൊച്ചോ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ സാറേ. ആക്സിഡന്റ് പറ്റിയ ആളെ നിനക്ക് അറിയില്ല എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? അതെ സാറേ. പിന്നെ ആളുടെ ഭാര്യയും കൊച്ചിനെ നിനക്ക് എങ്ങനെ അറിയടാ? സാറേ ഇന്ന് വൈകുന്നേരം അവരെ വീട്ടിൽ കൊണ്ടാക്കിയത് ഞാനാ, എൻ്റെ ഊബറിൽ. കൊള്ളാവല്ലോടാ. നിന്റെ വണ്ടി യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ നിനക്കറിയോ? ഇല്ല സാറേ. അതോ യാത്രക്കിടയിൽ അവർ ഭർത്താവിന്റെ ഫോട്ടോയോ മറ്റോ നിന്നെ കാണിച്ചോ? ഇല്ല. പിന്നെ എങ്ങനാടാ? ഇത് അയാളുടെ ഫോണാ സാറേ. ഇതിൽ അവർ വിളിച്ചപ്പോൾ ഫോട്ടോ കണ്ടതാ. എന്നിട്ട് ഈ ഫോണിന്റെ കാര്യം നീ നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ മറന്നുപോയതാ സാറേ. കൊള്ളാലോടാ. വൈകിട്ട് ഭാര്യ നിന്റെ വണ്ടി കയറുന്നു, രാത്രി ഭർത്താവ് നിന്റെ വണ്ടിയുടെ മുന്നിൽ ചാടുന്നു, എന്നിട്ട് അയാളെ നീ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. എല്ലാം കൂടെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടാ ജോർജി. ശരിയാ സാറേ, ഭയങ്കര കോയിൻസിഡൻസാ. എന്താ ശരിയല്ലേ? ശരി, രണ്ടുപേരും അങ്ങോട്ട് ഇരിക്കും. പേട്ടാ, ഓ ഇവരിനി പുറത്തു പോകാൻ നോക്കണം. ശരി സാർ. അവരെങ്ങും പോവില്ല, ഞാനിവിടെ ഉണ്ട്. ഇവനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ ഏറ്റവും ഉടായ്പവനാ. അത് ഞാൻ ഏറ്റു സാർ. എടോ ഇങ്ങോട്ടോ, അവിടെ പേര് ഈ സാറിന് എങ്ങനെ എൻ്റെ വട്ടപ്പേര് അറിയാം? കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട, അവിടെ പേര്. ഓ, നിങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞേപ്പിച്ചു. എത്ര നാളായി ബാലു മിനിസ്റ്ററിനോട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി മാഡം. ബാലുവിൻ്റെ അച്ഛനും രാജൻ സാറും ഒരുമിച്ച് തുടങ്ങിയതാ പാർട്ടി. ബാലു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോയതാ അച്ഛൻ. രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. പിന്നെ ബാലുവിനെ വളർത്തിയതൊക്കെ രാജൻ സാർ തന്നെയാണ്. അച്ഛനെ പോലെയായിരുന്നു സാറ് ബാലുവിന്. ഒരു ഉറുമ്പിനെ പോലും നോക്കിയാത്ത ആളാ മാഡം എൻ്റെ ബാലു. ആൾക്കെങ്ങനെ ആ പുറത്തെ ക്യാമറ മാത്രം ഒന്ന് പ്ലേ ചെയ്തേ. ശരി സാർ. ഫാസ്റ്റ് ഫോർവേഡ്. സ്റ്റോപ്പ്. പ്ലേ. യെസ്.